അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കുള്ള ഒരു ചെറിയൊരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖായിമുൽ ലൈലി, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു അടിമ, ഒരു മുഅ്മിൻ, വസ്വായിമുൻ നഹാരി, പകല് മുഴുവനായും നോമ്പ് നോക്കുന്ന ഒരടിമ. ഈ രണ്ട് കർമ്മമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുന്നത് അവൻ വലിയ ഇബാദത്തുകാരനാണ്, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠത ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇല്ലം യഹ്ഫദ് ലിസാനഹു അഫ്ലസു യൗമൽ ഖിയാമ. ഇത്രയെല്ലാം ഇബാദത്തുള്ള ഒരു മനുഷ്യന് അവൻ്റെ നാവിനെ അവൻ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവനെക്കാളും ഖിയാമത്ത് നാളിൽ കഷ്ടപ്പെടുന്ന ഒരാളും ഉണ്ടാകുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഈ ഉപദേശത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഗൗരവത്തോടു കൂടെ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? അതേ, രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാളും, അതേ പകല് മുഴുവനും നോമ്പ് നോക്കുന്നതിനേക്കാളും ഇതിനൊക്കെയും ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ഒരു മുഅ്മിൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ നാക്കിനെ സൂക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾക്ക് ഇല്ലാതെ ആയി പോകുന്നത് അത് തന്നെയാണ്. നാം നിസ്കരിക്കുന്നവരായിരിക്കാം, നോമ്പ് നോക്കുന്നവരായിരിക്കാം, ഖുർആൻ ഓതുന്നവരായിരിക്കാം, ധാരാളം ദിക്റും സ്വലാത്തുകളൊക്കെയും ചൊല്ലുന്നവരായിരിക്കാം. പക്ഷേ അതെല്ലാം നമുക്ക് ഉപകാരമായി കിട്ടണമെങ്കിൽ, അതെല്ലാം നമ്മളെ ആഖിറത്തിൽ വലിയൊരു നേട്ടമായി കിട്ടണമെങ്കിൽ നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാക്കു സൂക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും നാം അത് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് വലിയ മതിപ്പാണ്, ഞാൻ വലിയ ഇബാദത്തുള്ളവനാണെന്ന് മനസ്സിലാക്കി കിബിറോടുകൂടെ, അതേ നാവിന് ഒരു നിയന്ത്രണമില്ലാതെ നാവ് കൊണ്ട് എന്തെല്ലാം അല്ലാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെയും നാം വിരിച്ചു പറയുന്നവരാണ്. അത് കളവ് പറയലാകട്ടെ, ഗീബത്ത് പറയലാവട്ടെ, മറ്റൊരു തന്നെ നമീമത്ത് പറയലാവട്ടെ, ഫസാദ് പറയലാവട്ടെ, ചീത്ത പറയലാവട്ടെ, ഏത് കാര്യങ്ങൾ അത് ഇത് എന്നില്ല, എല്ലാ കാര്യങ്ങളും നാവിനെ സൂക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിച്ചില്ലെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നാം കൈകടിക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതോടുകൂടെ നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഇത്തരക്കാർ അഫ്ലസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവിടെ എത്തുമ്പോഴേക്ക് അവൻ വലിയ നോമ്പുകാരനാണ്, അവൻ വലിയ ഇബാദത്തുകാരനാണ്, വളരെ ധൈര്യത്തിലാണ് ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ ധൈര്യത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, എൻ്റെ എല്ലാ അമലുടെ ഉപകാരം, എൻ്റെ എല്ലാ അമലിനുള്ള പ്രതിഫലം ഇപ്പം കിട്ടാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവനിക്ക് ബോധ്യം വരുന്നത്, അവിടെ തീരുമാനം വരുന്നത്, ഇല്ല, ഒന്നിനും ഫലമില്ല, ഒന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ഒന്നും ഇവിടെ ഉപകാരപ്പെടുന്നില്ല. കാരണം നിന്റെ നാക്കിനെ നീ സൂക്ഷിക്കാത്തതിൻ്റെ പേരിലെന്ന് റബ്ബ് നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ മുമ്പിൽ അല്ലാഹു പറയുമെങ്കിൽ എത്രമാത്രം ഖേദകരമായ ഒരു വിഷയമായിരിക്കാം. നമ്മളെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഉള്ളതും അല്ലാഹു സ്വീകരിക്കില്ല. ഇത്തരത്തിലുള്ള ചീത്ത സ്വഭാവം ഉള്ളതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം നാം ഖേദിക്കുന്ന ഒരവസ്ഥയായിരിക്കും ആ സന്ദർഭം. അങ്ങനെ ഒരു സന്ദർഭം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന അമല് അതെത്ര കുറവാണെങ്കിലും അതൊക്കെയും ഉപകാരത്തിന് കിട്ടണം. അതേ, നമ്മുടെ നാക്ക് വളരെ ഗൗരവത്തിൽ നാം സൂക്ഷിക്കുന്നവരാകണം. നാക്കുകൊണ്ട് എന്തെല്ലാം തെറ്റുകൾ വരുന്നോ അതൊന്നൊക്കെയും വിട്ടു നിൽക്കാം. നാം സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.